നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം എക്സിം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യം. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സ്വപ്നങ്ങൾക്ക് അങ്ങനെ ചിറക് വിരിച്ച് പറക്കട്ടെ എന്ന് നമുക്ക് ശരിക്കും ആഗ്രഹിക്കാം. കാരണം ഇത് കേരളത്തിൻ്റെ സ്വന്തം പ്രോജക്റ്റാണ്. നമ്മുടെ കഴിഞ്ഞു പോയ ഇടതുപക്ഷ സർക്കാർ അവരുടെ ഒരു വലിയ ഇച്ഛാശക്തിയുടെ ഭാഗമായി തന്നെയാണ് അതുണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ നോക്കിക്കോളൂ, കഴിഞ്ഞ ദിവസം VD സതീശൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ഈ അനുബന്ധ വികസനത്തിൽ കഴിഞ്ഞുപോയ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റ്, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് 10 ഇരട്ടി 100 ഇരട്ടിയാകുമായിരുന്നു എന്ന് VD സതീശൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. പല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം ആണോ ഇത് എടുത്ത ഒരു പദ്ധതി? അല്ല. നമുക്കറിയാം, ഒരു കല്ലിട്ടു എന്നും പറഞ്ഞിട്ട് ആ കല്ല് മുളച്ച് തനിയെ അത്, അല്ലെങ്കിൽ കരാർ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കല്ലിട്ടു എന്നും പറഞ്ഞിട്ട് ഈ കല്ല് തനിയെ മുളച്ച് അതൊരു പദ്ധതിയായി മാറി ആ പദ്ധതി തനിയെ ഇങ്ങനെ ആവുകയല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം മെനക്കെടുത്തേണ്ടതായിട്ടുണ്ട്, ധനം മെനക്കെടുത്തേണ്ടതായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. അതൊരു പക്ഷേ VD സതീശൻ അറിയാഞ്ഞിട്ടായിരിക്കും. കാരണം ഇതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്ന ഒരാൾ K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നു. ഇവിടെ ഭൂസമരത്തിന്, അതായത് വിമോചന സമരകാലത്തുണ്ടായിരുന്ന അതേപോലെയുള്ള സമരം ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ അതേ K. സുധാകരൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് കൊണ്ടുവന്നത്. കാര്യം എന്താ? ഉമ്മൻചാണ്ടി ഇട്ട കല്ലിൻ്റെ മേളിലാണ് അത്ര ഇത് പണിഞ്ഞത്, വിഴിഞ്ഞം പോർട്ട് രൂപം കൊണ്ടത്. ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തീരശോഷണം സംഭവിച്ചുകൊണ്ട് നമ്മുടെ കടൽ തീരം ഇല്ലാതെയാകും എന്ന് ഒരു പറച്ചിൽ പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ പിണറായി വിജയനെ കണ്ണൂരേക്ക് കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞ ഒരാളുണ്ട്, യൂജിൻ പെരേര, ലാറ്റിൻ കാത്തലിക്സിൻ്റെ അതിരൂപതയിലെ മെത്രാൻ. പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, K. മുരളീധരൻ. എന്തു വന്നാലും ഈ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ, K. മുരളീധരൻ. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതായത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് കടപ്പുറത്തുണ്ടായിരുന്ന, വിഴിഞ്ഞം ഭാഗത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നടത്തിയ, യൂജിൻ പെരേര നേതൃത്വം കൊടുത്ത് നടത്തിയ ആ സമരത്തിൻ്റെ പിന്മുറക്കാരായി, അല്ലെങ്കിൽ സമരത്തിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് ഭരണം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാനും സംസ്ഥാന സർക്കാരിനെ എതിരായി പ്രവർത്തിച്ച ഒരു വിഭാഗം ആളുകൾ UDF-ൽ തന്നെയുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ സംഭവിച്ചു, എന്നിട്ട് ഈ UDF-ൻ്റെ ആൾ മുഖ്യമന്ത്രിയായി വെറും 90 ദിവസം കൊണ്ട് പറയുന്നൊരു വാചകമാണ്. എന്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എക്സിം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയാണ്. 90 ദിവസം അയാൾ UDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 10 വർഷത്തിന് ശേഷം വെറും 90 ദിവസം മാത്രം അധികാരത്തിൽ കയറിയിട്ടായ ആ സർക്കാരാണ് പറയുന്നത് 10 വർഷം കൊണ്ട് അത് ചെയ്യണമായിരുന്നു എങ്കിൽ 100 ഇരട്ടി ആയേനെ എന്ന്, അല്ലേ? ഇത് പറയുന്നു. ഇൻ കേസ് ഈ അനുബന്ധ വികസനം, അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, അനുബന്ധ വികസനത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോ? അതായത് ഈ കഴിഞ്ഞ LDF സർക്കാർ വേറൊന്നും ചെയ്തില്ലേ? എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് റിംഗ് റോഡുകൾ, റെയിൽ കണക്ടിവിറ്റി, ഇതൊക്കെയാണ് അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. വൈകിപ്പോയി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. റെയിൽ കണക്ടിവിറ്റി, റിംഗ് റോഡുകൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന അതിൻ്റെ 1ാം ഘട്ട കമ്മീഷനിങ് 2024 വിഴിഞ്ഞത്തിൻ്റെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സർക്കാരിൻ്റെ, അതും LDF സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ സുഗമമായ പ്രവർത്തനത്തിനും അതിനെ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുന്നതിനുമായി വലിയ തോതിലുള്ള അനുബന്ധ വികസന പദ്ധതികൾ അന്ന് LDF സർക്കാർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതായത് 2024 ഡിസംബർ മാസത്തിലാണ് ആദ്യത്തെ സംഭവം കമ്മീഷൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തതും നടപ്പിലാക്കാൻ ശ്രമിച്ചതുമായ പ്രധാന പദ്ധതികൾ? അതായത് ഒന്നാമത്തത് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ വളർച്ചാ മുനമ്പ്, അതായത് ഗ്രോത്ത് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒന്ന്. അതായത് വിഴിഞ്ഞത്തെയും കൊല്ലത്തെയും പുനലൂരിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്ന്. അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ ട്രയാങ്കിൾ ഉപയോഗിച്ചിരിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ, തുറമുഖത്തിൻ്റെ വാണിജ്യ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ ബന്ധിപ്പിച്ച് 1456 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു വലിയ വ്യവസായ ഇടനാഴിക്കാണ് LDF സർക്കാർ അംഗീകാരം നൽകിയത്. അപ്പോൾ ഒരു വ്യവസായ മുനമ്പ് ഉണ്ടാക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇത്രയും ജില്ലകളെ തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം ഈ 3 ജില്ലകളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1456 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വിസ്തൃതിയിൽ ഒരു വലിയ വ്യവസായ ഇടനാഴിക്ക് LDF സർക്കാർ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. അത് വൈകിപ്പോയോ? അപ്പോൾ പിന്നെയോ തീരദേശ മലയോര മേഖലകളെ തുറമുഖവുമായി ബന്ധിപ്പിച്ച് പുതിയ വ്യവസായ പാർക്കുകളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം സർക്കാർ വെച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയാണ്. അപ്പം വിഴിഞ്ഞത്ത് നിന്നും ആരംഭിച്ച് അത് നാവായിക്കുളം വരെ നീളുന്ന ആധുനിക ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടിരുന്നു. തുറമുഖത്തേക്ക് വലിയ ചരക്ക് ലോറികൾക്കും കണ്ടെയ്നറുകൾക്കും ഗതാഗതക്കുരുക്കില്ലാതെ കടന്നു പോകാനുള്ള പ്രധാന കണക്ടിവിറ്റി പാതയാണ് ഏത് ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി വഴി തുക അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഈ തുറമുഖാധിഷ്ഠിത മൂന്നാമതായി വരുന്നത് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി കിൻഫ്ര വഴി 50 ഹെക്ടറിലധികം ഭൂമി LDF സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ലോജിസ്റ്റിക് പാർക്കുകൾ, വെയർ ഹൗസുകൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, ഫ്രീ ഇൻഡസ്ട്രിയൽ സോണുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനായി തുറമുഖത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 200 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 1000 കോടിയുടെ അനുമതിയും സംസ്ഥാന സർക്കാർ തന്നു. ഈ 90 ദിവസം കൊണ്ട് UDF സർക്കാർ നടത്തിയ വികസനങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് ഈ റെയിൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. ഇതും കഴിഞ്ഞ ദിവസം VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ്, റെയിൽ കണക്ടിവിറ്റി. എന്താണെന്ന് നോക്കാം. തുറമുഖത്ത് നിന്നുള്ള ചരക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ഏകദേശം 10.7 കിലോമീറ്റർ നീളമുള്ള റെയിൽ കണക്ടിവിറ്റി പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ 2ാമത്തെ ഭൂഗർഭ റെയിൽ തുരങ്കം അതായത് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പദ്ധതി രേഖകൾക്കും അനുമതികൾക്കും ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുത്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10.7 കിലോമീറ്റർ അത് ഭൂഗർഭ റെയിൽ പാത ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതിക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇനി 5ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്രൂഡ് ഓയിൽ ടെർമിനൽ, ടൂറിസം വികസനം, രാജ്യാന്തര ടൂറിസം സാധ്യതകൾ ഇവ മുന്നിൽ കണ്ടുകൊണ്ട് വിഴിഞ്ഞത്ത് 600 മീറ്റർ നീളമുള്ള ക്രൂയിസ് ടെർമിനലും അതോടൊപ്പം 20 ഏക്കറിൽ ഒരു ക്രൂയിസ് വില്ലേജും സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. വിദേശ സഞ്ചാരികൾക്ക് ഇമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ്, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയടങ്ങുന്ന വലിയ ഒരു ഹബ്ബായി ഇതിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് അന്നത്തെ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. പിന്നെ മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർക്ക് ഈ പറയുന്ന 100 കോടിയിലധികം രൂപയുടെ ഒരു വികസന പാക്കേജ് അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവന പാക്കേജ് എന്നുള്ള നിലയിൽ ഒരു ജീവനോപാധി അത് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി പദ്ധതികളാണ് സത്യത്തിൽ കഴിഞ്ഞ LDF സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. അപ്പോൾ വൈകിപ്പോയി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മാറി നടക്കാനോ അതിൽ നിന്ന് രക്ഷ നേടാനോ ഒന്നും തൽക്കാലം ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ സത്യത്തിൽ UDF ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കഴിഞ്ഞ ഈ കാലം അത്രയും ഇവിടെ നമുക്കറിയാം LDFും UDFും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 നിലപാടുകളാണ് സ്വീകരിച്ചു. വിരുദ്ധ നിലപാടെന്ന് പറയും. LDF സർക്കാർ ഇതിവിടെ വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണി ഇവിടെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു. അതോടൊപ്പം തന്നെ മനുഷ്യച്ചങ്ങല പിടിച്ചതാണ്. ഇവിടെ UDF ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF സമരക്കാരോടൊപ്പം നിന്നു. അന്ന് തന്നെ നമുക്കറിയാം വിഴിഞ്ഞത്ത് പിന്നെ മത്സ്യത്തൊഴിലാളികളും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ അതിശക്തമായിരുന്നു. ആ ശക്തമായ ഏറ്റുമുട്ടലൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി. പോലീസുകാർക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ കേരളത്തിൽ സംജാതമായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമരത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനമായിരുന്നു UDFന്റെ ലക്ഷ്യമെങ്കിൽ അവർ നിൽക്കേണ്ടത് ആർക്കൊപ്പമായിരുന്നു? സർക്കാരിനൊപ്പം നിൽക്കണമായിരുന്നു. സർക്കാരിനൊപ്പം നിന്നിട്ട് നാളെ ഞങ്ങൾക്ക് ഇതിന്റെ ഗുണഫലം കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി കൂടി ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് ഇപ്പം ഇതിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇടത് സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തില്ല അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു അഴകുഴമ്പൻ നയം. ഇതൊരു വലിയ കള്ളമാണ്. അതൊരു വലിയ കള്ളമാണ് അവതരിപ്പിച്ച്. ഇപ്പം തന്നെ പറഞ്ഞാൽ നിലമേൽ ഭാഗത്ത് നിന്നും പോയിരിക്കുന്ന 2 ഇതിൽ പിന്നെ ഇഡലി, സാമ്പാറും ചട്നിയും അതോടൊപ്പം തന്നെ പഴംപൊരി ഇതൊക്കെ
കണ്ടെയ്നറിനകത്ത് കയറ്റി വിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലോജിക്കിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ചീത്തയാകാതെ എങ്ങനെ ഇരിക്കും? അപ്പം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതെല്ലാം എയർ കണ്ടീഷൻഡ് ആക്കി വലിയ സെറ്റപ്പോട് കൂടി ഇത് കയറ്റി അയക്കണം, ഇതൊക്കെ ചീത്തയാകാതിരിക്കണമെങ്കിൽ. എങ്കിൽ തന്നെ ഈ ഫ്രഷായി ഒരിക്കലും ഇത് കൈ കിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ ഇഡലി സാമ്പാറും അതോടൊപ്പം തന്നെ പഴംപൊരിയും ഇലയടയും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്ക് കയറ്റി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എവിടെയോ ചെറിയ ആശയക്കുഴപ്പം എനിക്ക് മാത്രമാണോ ഇനി നിങ്ങൾക്കൊക്കെ തോന്നിയോ എന്നെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.